ISROയെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം. ISRO ഇനി വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കില്ല. വിക്ഷേപണ വാഹനങ്ങളും പതിവ് ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നതിൽ നിന്നും ISRO പൂർണ്ണമായും പിന്മാറും. ഗവേഷണത്തിലും നൂതന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും മാത്രം ISRO പ്രവർത്തനങ്ങൾ ഒതുങ്ങും. YS അഭിനന്ദൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. YS, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ISROയ്ക്ക് ഇനി നിർമ്മാണത്തിന്റെ ചുമതലയില്ല. അത് പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുകയാണോ? ISRO ഇതിൽ പ്രതികരിക്കുമോ? ചില ചർച്ചകളും അഭ്യൂഹങ്ങളുമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത്. ISRO സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അത് ISROയിലേക്കും കടന്നു വരുമെന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ ടുഡേയുടെ ബിസിനസ് ടുഡേ എന്ന് പറയുന്ന ഒരു സെഷനകത്ത് IN സ്പേസിന്റെ ചെയർമാൻ പവൻ ഗോയങ്ക തന്നെ അത് വെളിപ്പെടുത്തുകയാണ്. ISRO വിക്ഷേപണ വാഹനങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണം അത് സ്വകാര്യ വ്യവസായ മേഖലയിലേക്ക് കൈമാറാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ISRO IN സ്പേസ് ചെയർമാൻ പവൻ ഗോയങ്ക ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാറ്റം ഏജൻസിയെ ഗവേഷണം, ശാസ്ത്രീയ ദൗത്യങ്ങൾ, നൂതന ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അതായത് ISRO ഗഗൻയാൻ, മംഗൾയാൻ പോലെയുള്ള പദ്ധതികളുടെ കൂടുതൽ നടത്തിപ്പിന് വേണ്ടി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാത്ത പണികളൊന്നും നിലവിൽ ചെയ്യേണ്ട സാഹചര്യമില്ല. അതൊക്കെ ഒരു സ്വകാര്യ മേഖലയിലേക്ക് നൽകിക്കഴിഞ്ഞാൽ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നാണ് ISRO വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ISRO ക്രമേണ വിക്ഷേപണ വാഹനങ്ങളുടെയും പതിവ് ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണത്തിൽ നിന്ന് മാറി ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമെന്നും കൂടി പവൻ ഗോയങ്ക പറയുകയാണ്. സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്ത ഗവേഷണം, നൂതന സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയ ദൗത്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഒരു ലോഞ്ച് വെഹിക്കിളുകളുടെയോ അല്ലെങ്കിൽ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് സാമഗ്രികളുടെയോ ഒരു നിർമ്മാണത്തിലും ISRO ഇനി ഇടപെടില്ല എന്ന് വ്യക്തമാക്കുന്നു. ലേല പ്രക്രിയയ്ക്ക് ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് സാങ്കേതിക വിദ്യയും ഉൽപാദന അവകാശങ്ങളും കൈമാറിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ ISR-LV ഈ മാറ്റം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അടുത്ത ഘട്ടം അത് കൂടുതൽ പ്രാധാന്യമുള്ളതാക്കും. അങ്ങനെ PSLV പോലെയുള്ള LVM-3 പോലെയുള്ള ലോഞ്ചിങ് വെഹിക്കിളുടെ നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇവരുടെ വിശദീകരണം എന്നത് മറ്റ് ചില ശാസ്ത്ര ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സ്വകാര്യവൽക്കരണം എന്നതാണ്. അതായത് ഇതുപോലെയുള്ള ഒരു ബഹിരാകാശ ഏജൻസി നമുക്ക് അഭിമാനമായി മാറിയ ISROയിലേക്ക് ഇനി സ്വകാര്യ മേഖല കൂടി കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറയുമെന്ന് അറിയില്ല. തുടർ ദിവസങ്ങളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന രൂപത്തിലുള്ള തീരുമാനമാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്.